ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മൾ റമദാൻ സീരീസിലെ നെക്സ്റ്റ് ഒരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇഫ്താറിൽ പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. നമ്മൾ ചിക്കനും ബ്രെഡും എല്ലാവരുടെ അടുത്തും എപ്പോഴും ഉണ്ടാകുന്നൊരു ഐറ്റം അല്ലേ. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു സിമ്പിൾ ആയിട്ടുള്ളൊരു സ്നാക്ക്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചിക്കന് മഞ്ഞൾപ്പൊടി, ഉപ്പ്, അതുപോലെ തന്നെ ഗരം മസാല, കുരുമുളക് പൊടിയെല്ലാം ഇട്ടിട്ട് ഒന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് നമ്മളൊന്ന് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. ഇനി അതേ പാൻ തന്നെ നമ്മൾ ഉള്ളി ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഏകദേശം 3 ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഉപ്പും അതുപോലെ തന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റും ചേർത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇത് നല്ലോണമൊന്നും ഉള്ളി വഴറ്റിയെടുക്കുന്നില്ല കേട്ടോ, കാരണം നമ്മളിപ്പോൾ കഴിക്കുന്ന സ്നാക്കല്ലേ, ഫ്രീസറിൽ ഉണ്ടാക്കുന്ന സ്നാക്കൊന്നുമല്ലല്ലോ. അപ്പോൾ നമ്മൾ ഉള്ളി ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് ചിക്കൻ ഒന്ന് കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടികളായിട്ട് ഗരം മസാല, അതുപോലെ തന്നെ കുരുമുളക് പൊടിയും പിന്നെ നമ്മൾ ചിക്കൻ മസാലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അവസാനമായിട്ട് നമ്മൾ മല്ലിച്ചപ്പും കൂടി ചേർത്താൽ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് മുട്ടയും അതുപോലെ തന്നെ അതിലേക്ക് ഉപ്പും കുരുമുളക് പൊടിയും കുറച്ച് പാലും ചേർത്തിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി വെക്കാം. ഇതിലാണ് നമ്മൾ ബ്രെഡ് ഒന്ന് ഡിപ്പ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വെറും വെള്ളത്തിൽ വേണമെങ്കിൽ ഉപ്പും കുരുമുളകും ഇട്ടിട്ട് അങ്ങനെ ചെയ്യാം കേട്ടോ. പക്ഷേ ഈ മുട്ടയും അതുപോലെ തന്നെ പാലും ചേർക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരിക്കും ബ്രെഡിനുണ്ടാവുക കഴിക്കുമ്പോൾ. ഇനി നമുക്ക് ഓരോ ബ്രെഡും ഞാനിവിടെ ഹാഫായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ബ്രെഡ് ചെറിയ ചെറിയ ബോൾസിന് വേണ്ടിയിട്ടാണ്. മുതുമന എടുത്താലും മുഴുവൻ ബ്രെഡ് എടുത്താലും പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ വലിയ ബോളായിട്ട് കിട്ടും. നമുക്ക് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ ഹാഫായിട്ട് കട്ട് ചെയ്തേന്നേയുള്ളൂ. ഹാഫായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഒരു സൈഡ് മാത്രം, നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ ഒരു സൈഡ് മാത്രം നമ്മുടെ ഈ ഒരു പാലിൻ്റെയും മുട്ടേൻ്റെ ഒരു മിക്സിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കുന്നില്ല കേട്ടോ. ഓവറായിട്ട് മുക്കിയാൽ നമ്മൾ ബ്രെഡ് നല്ലോണം സോഫ്റ്റായിട്ട് നമുക്ക് ബോൾഡാക്കി എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇനി ഇതിലേക്ക് നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇനി നല്ല ടൈറ്റായിട്ട് നമുക്ക് ബോളാക്കി എടുക്കാം. അധികമായിട്ടില്ല നമ്മളെ മിക്സിലുണ്ടെങ്കിൽ, പാലിൻ്റെ മിക്സിലുണ്ടെങ്കിൽ അതൊന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല ടൈറ്റ് തന്നെ നമുക്ക് ഇതൊന്ന് ബോളാക്കി എടുക്കാം. ഇനി ചിലപ്പോൾ നമുക്ക് ബോളാക്കി എടുക്കുന്ന ടൈമിൽ ചെറിയ ചെറിയ ഹോൾസെല്ലാം വന്നാൽ ഒരു ബ്രെഡ് എടുത്തിട്ട് കുറച്ചൊന്ന് ആ ഒരു മിക്സിയിൽ മുക്കിയിട്ട് ഇതുപോലെ ഒന്ന് അടച്ചു കൊടുത്തിട്ട് നമുക്ക് വീണ്ടും ഒന്ന് നല്ല രീതിയിൽ ബോൾ ഷേപ്പാക്കി എടുത്താൽ മതി കേട്ടോ. അപ്പോൾ എല്ലാ ബോൾസും നമുക്കിതുപോലെ ഫില്ലിങ്സ് എല്ലാം വെച്ചിട്ട് നല്ല രീതിയിൽ ടൈറ്റ് ആക്കിയിട്ട് റോൾ ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ വേണ്ടിക്ക് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് മുഴുവനായിട്ട് ബ്രെഡ് അങ്ങനെ എടുക്കുന്നുണ്ടെങ്കിൽ അങ്ങനെയും എടുക്കാം. ഞാനിവിടെ കാണാനുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ചെറിയ ചെറിയ ബോൾസാക്കി എടുത്തുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാ ബ്രെഡും ഞാൻ ഇങ്ങനെ ഫില്ലിങ്ങെല്ലാം വെച്ചിട്ട് നല്ല ചെറിയ ബോൾസ് ആക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓയിലിട്ടിട്ട് ഡീപ്പ് ഫ്രൈ ചെയ്ത് എടുക്കാം കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും എടുക്കാം. പക്ഷേ വെളിച്ചെണ്ണ എടുക്കുന്നതിനെക്കാട്ടി നല്ലത് പാം ഓയിലോ അല്ലെങ്കിൽ സൺഫ്ലവറോ അങ്ങനെ ഏതെങ്കിലും ഓയിലിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. ആദ്യം നമുക്ക് ഹൈ ഫ്ലെയിമിൽ ഓയിലൊന്ന് ചൂടാക്കിയെടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് തിരിച്ച് മറിച്ച് വിട്ടിട്ട് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ബ്രെഡ് ആയതുകൊണ്ട് നമുക്ക് വേഗം കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. പിന്നെ ഇത് നമുക്ക് ജസ്റ്റ് ഒന്ന് അപ്പുറം ഇപ്പുറം മറിച്ചെടുക്കുകയേ വേണ്ടൂ, കളർ മാറ്റിയെടുക്കുകയല്ലേ വേണ്ടൂ. ഇതെല്ലാം ഓൾറെഡി കുക്കായ ഐറ്റംസ് ആയതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് റെഡി ആയിക്കിട്ടും കേട്ടോ. അപ്പോൾ നമ്മളെ എല്ലാ ബോൾസും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സിമ്പിളായിട്ടുള്ളൊരു ഇഫ്താർ സ്നാക്കിൻ്റെ റെസിപ്പി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ കമൻസൊക്കെ അറിയിക്കാൻ നോക്കാം. അപ്പോൾ വീണ്ടും പുതിയ പുതിയ ഇഫ്താർ സ്നാക്സും അല്ലെങ്കിൽ റെസിപ്പി വീഡിയോ ആയിട്ടെല്ലാം വരുന്നത് വരെ ഓക്കെ, താങ്ക് യു, ബൈ ബൈ.